യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ GS ശരത്ത് അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് TK വാസുദേവൻ നായർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ ഗ്യാസ് ക്രിമറ്റോറിയം നാടിന് സമർപ്പിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോൺസൺ കൊട്ടുവാപ്പള്ളി, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷീല ജോസഫ്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം, അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ബാക്കി ആളുകളെല്ലാം പേരെടുത്ത് പരാമർശിക്കുന്നില്ല. ഇത് ഇപ്പോൾ വളരെ ലളിതമായ ഒരു ചടങ്ങായിട്ട് ഇന്നു മുതൽ ഇത് സ്വാഭാവികമായും ഗ്യാസ് ക്രിമറ്റോറിയത്തിൻ്റെ എല്ലാ വർക്കും പൂർത്തീകരിക്കപ്പെട്ട് ഇത് നാടിന് സമർപ്പിക്കുകയാണ്. സ്വാഭാവികമായും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ടിലാണ് ഇത് പൂർണ്ണമായിട്ടും സജ്ജമാക്കിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വിഭാവനം ചെയ്ത പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടി സംയുക്തമായിട്ട് ചേർന്നപ്പോഴാണ് ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഈ പ്രദേശം നേരത്തെയും നമ്മുടെ ഒരു പൊതു ശ്മശാനമായി നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു അത്യാധുനിക സംവിധാനത്തിലുള്ള ഒരു ക്രിമറ്റോറിയം സജ്ജമാക്കുക വഴി നമുക്കറിയാം, ഇവിടെ ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്തൊരു കുഴി എടുക്കുക, ആ കുഴി എടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇതിന് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വിവിധ സാമുദായിക നേതൃത്വത്തിനും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ആ പരിമിതിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയാൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ 2 സെന്റും 3 സെന്റും ഒക്കെ സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ വീട്ടിലൊരു മരണമുണ്ടായാൽ അത് ക്രമീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടും പ്രശ്നവും പ്രയാസവും നേരിടും. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഈ നിർമ്മാണം ആരംഭിച്ചത് മുതൽ നമ്മുടെ സമീപ പഞ്ചായത്തുകളിൽ നിന്ന് ഉൾപ്പെടെ ഇത് പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടുണ്ടോ, അവിടേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും മരണങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മളെ നിരവധിയായിട്ടുള്ള ആളുകൾ വിളിച്ച് തിരക്കാറുണ്ട്. അപ്പോൾ ഇത് സമയം അല്പം വൈകുന്ന സാഹചര്യം സമർപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമുക്ക് സന്തോഷകരമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആനന്ദകരമായ ചടങ്ങെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഉത്തരവാദിത്തമാണ് നാടിനകത്ത് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെയുള്ളൊരു ക്രമീകരണം നാട്ടിലുണ്ടാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനായിട്ട് എന്താണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ TK വാസുദേവൻ നായരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൊതുവിലും ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ജോൺസൺ കൊട്ടുവാപ്പള്ളി, അദ്ദേഹത്തിനെ ഏറ്റവും ആദരപൂർവ്വം തന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷീല ജോസഫ് എത്തിച്ചേർന്നുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ KR സജീവൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരായിട്ടുള്ള മേരിക്കുട്ടി ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ജയമൂളി ചേച്ചിയുണ്ട്, സാലി ടീച്ചറുണ്ട്, ഗോപാലൻ ചേട്ടനുണ്ട്, അങ്ങനെ ജോസ് മെമ്പറുണ്ട്, അങ്ങനെ എല്ലാവരും, നമ്മുടെ ആലീസ് ചേച്ചി, എല്ലാവരും തന്നെ എത്തിച്ചേർന്നുണ്ട്. ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പേര് പറയാൻ വിട്ടുപോകും എന്നുള്ളതുകൊണ്ട് ബാങ്കിന്റെ പ്രസിഡന്റ് ബാബു സാറ്, നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഇന്ന് എത്രയും ബഹുമാനായ നമ്മുടെ ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെ സമർപ്പണം നടത്തുവാനെത്തിയിരിക്കുന്ന നമ്മുടെ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ജോൺസൺ കൊട്ടുവാപ്പള്ളി അവർ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ആശംസിച്ച കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ മുൻ വൈസ് പ്രസിഡന്റുമായ ശ്രീ GS ശരത്ത്, അതുപോലെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷീല ജോസഫ്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ KR സജീവൻ, ക്ഷേമ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ ശ്രീമതി മേരിക്കുട്ടി ലൂക്ക, അതുപോലെ തന്നെ 8ാം വാർഡിലെ ഈ വാർഡിന്റെ മെമ്പർ ശ്രീമതി അഞ്ജുമോള്, അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ, മറ്റ് എൻ്റെ സഹപ്രവർത്തകരെ, ഇവിടെ എത്തിയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരെടുത്തത് നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ സുനിൽരാജ്, അന്ന് ഗ്രാമപഞ്ചായത്തിൽ 11 മെമ്പർമാരുണ്ട്, അദ്ദേഹമാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രീ KA തോമസ് പഞ്ചായത്ത് മെമ്പർ, ഈ 2 പേരുടെ നേതൃത്വത്തിലാണ് ഇവിടെ 4 സെന്റ് സ്ഥലം ഉണ്ടാകുന്നത്. ഞങ്ങൾക്കിവിടെ സ്ഥലമില്ലായിരുന്നു. 28 സെന്റ് സ്ഥലം നമുക്ക് സർക്കാർ നിയമപ്രകാരം ഇവിടെ കോഴിക്കക്കാരുടെ പഴയ കാരണന്മാരായിട്ട് 28 സെന്റ് സ്ഥലം ആധാരത്തിലുണ്ടെങ്കിൽ പോലും ഇവിടെ അളന്നു കൊണ്ടപ്പോൾ 4 സെന്റുണ്ട്. അവസാനം CA2
ചെയ്ത കാര്യങ്ങൾ മറക്കാൻ വേണ്ടി CIT-ക്കാർ രാത്രി 4 മണിക്ക് ഇവിടെ ഒന്നിച്ചല്ല. അതുപോലെ ഇവിടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും എന്താണ് കണ്ണുള്ള സമർപ്പണ കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Mari.
ബോഡി കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് അകത്തോട്ട് വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ ബോഡി അങ്ങോട്ട് താഴെ ഇറങ്ങും. ഇറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും റിട്ടേൺ അത് തിരിച്ച് കയറ്റി കഴിഞ്ഞിട്ട് മെഷീൻ ഇങ്ങോട്ട് വലിക്കും. വലിച്ചു കഴിഞ്ഞിട്ടൊരു രണ്ട് മണിക്കൂറാണ് എടുക്കുന്നത് ബോഡി തേച്ചിട്ട്. അതിനുള്ള ആ 2 മണിക്കൂറിനകം ബോഡി ക്ലിയറാവും. പിന്നെ അത് എയറിനകത്താണ് എല്ലാം പോകുന്നത്. കാരം എല്ലും പൊടിയും കുറച്ചുള്ള ഇത് മാത്രമാണ്. ഗ്യാസിൻ്റെ എങ്ങനെയത്? ഗ്യാസ് 8 കുറ്റിയാണ്. 8 കുറ്റി. ബോഡിക്ക് 8 കുറ്റി വേണ്ട, 8 കുറ്റിയാണ് ഒന്നിച്ച്. അപ്പൊ ഇതിന്റെ പൈസ എങ്ങനെയാ? ബോഡി കൊണ്ടുവന്നാലേ നമ്മളിവിടെ പേയ്മെന്റ് പെട്ടിയുടെ പൈസ പോലും വാങ്ങുന്നില്ല. അത് പഞ്ചായത്തിൽ 3000 രൂപ അടച്ചാൽ മതി. നമ്മളൊരു പ്രൈവറ്റായിട്ടൊരു ബോഡി അടക്കണമെങ്കിൽ 7000 രൂപ ഓൾറെഡി വേണം. ഇവിടെ ലയിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. പഞ്ചായത്തല്ല, അല്ലാതെ പ്രൈവറ്റായിട്ട് ആൾക്കാർ വെട്ടി കൊണ്ടുവരുന്നത് പഞ്ചായത്തിൻ്റെ ലയിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ 7000 രൂപയായിരുന്നു. ഇതിപ്പോൾ 3000 രൂപയുള്ളൂ. 3000, 3500 അത്ര രൂപയുള്ളൂ. അത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ അടച്ചു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ആൾക്കാർക്ക് അതിൻ്റെ പകുതി